കൊല്ലത്ത് കുടിവെള്ളം പുനഃസ്ഥാപിക്കാത്തതിൽ RSPയുടെ പ്രതിഷേധം. 11 ദിവസമായി കുടിവെള്ളം എത്തിയില്ല എന്നാരോപിച്ച് റോഡ് ഉപരോധിക്കുകയാണ് പ്രതിഷേധക്കാർ. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ ചേരുന്നു. ഷമീർ, ഇത്രയും ദിവസമായിട്ട് വെള്ളം കിട്ടിയില്ല എന്നത് വലിയ പ്രതിഷേധത്തിന് സ്വാഭാവികമായിട്ടും കാരണമാകേണ്ടതാണല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വൈകിയത്? എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ചവറയിൽ വള്ളത്തിൽ കുടിവെള്ളം എടുക്കാൻ സഞ്ചരിക്കവേ ബോട്ടിലിടിച്ച് വെള്ളം മറിഞ്ഞ് മരിക്കുന്ന ഒരു സാഹചര്യം. സിന്ധു സെബാസ്റ്റ്യൻ സ്ത്രീയാണ് മരിച്ചത്. നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് ലൈൻ ഒരു പാലം കടന്നാണ് വരേണ്ടത്, ചവറ പാലം കടന്നാണ് വരേണ്ടത്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആ പാലം കടന്നു വരുന്നവരെ ഈ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ശേഷം പിന്നീട് അത് പുനഃസ്ഥാപിക്കാൻ ജില്ലാ ഭരണകൂടമോ അതുപോലെ കൊല്ലം കോർപ്പറേഷനോ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് ഈ സമരം ശക്തമാകുന്നത്. ഒരു സ്ത്രീ മരിക്കുന്നു. ഈ സ്ഥലത്തേക്ക് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ആരും തന്നെ എത്തിയില്ല. കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കം ശക്തികുളങ്ങളിൽ പരിപാടിയിൽ പങ്കെടുത്തിട്ട് പോലും ഈ കുടിവെള്ള പ്രശ്നത്തിന് മത്സ്യത്തൊഴിലാളികളടക്കം വീടുകളിലേക്ക് കുടിവെള്ളം എത്താത്തൊരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നാളെ ക്രിസ്മസ് ആണ്. പക്ഷേ ഈ മേഖലകളിൽ തുരുത്തുകൾ കൊല്ലം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ചവറ നിയോജക മണ്ഡലം
ഈ കുടിവെള്ള ക്ഷാമം ആരംഭിച്ച് 10 ദിവസം പിന്നിട്ടിട്ട് പോലും ഇന്നേ വരെ ഒരു മന്ത്രി പോലും ഇടപെട്ട് ഇത് പരിഹരിക്കാൻ പരിശ്രമം ഉണ്ടായില്ല. ക്രിസ്മസ് തലേന്നായ ഈ ദിവസവും എന്ന് കുടിവെള്ളം കൊടുക്കാനൊക്കെ എന്ന് പോലും അറിയാൻ വയ്യാതെ ഓരോ ദിവസവും നാളെ 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 എന്ന് പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും ഇത് അവസാനിക്കില്ല. ഇത് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ തുടർന്ന് ശക്തമായിട്ടുള്ള സമരവുമായി ഞങ്ങൾ പോകേണ്ടി വരും. ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശമാണ്, കുടിവെള്ളം എന്നുള്ള അവകാശത്തിന് വേണ്ടി. 10 ദിവസമായിട്ടൊരു സമൂഹം വെള്ളമില്ലാതെ കഴിയുന്നെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കൊല്ലത്ത് നിന്നാണ് ഈ സമരത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെ കുടിവെള്ളം മുടങ്ങിയിട്ട് ദിവസങ്ങളായി. കുടിവെള്ളത്തിന് പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവിടെ RSPയുടെ പ്രവർത്തകർ വലിയ തോതിലുള്ള പ്രതിഷേധ സമരം നടത്തുകയാണ്. നിറയെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഷമീർ ചേരുന്നു. ഷമീർ, എന്താണിത് ഔദ്യോഗികമായിട്ട് വിശദീകരണം വരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ശക്തമായ സമരത്തിലേക്ക് ഇവർക്ക് ഇറങ്ങാനിടയായ സാഹചര്യം വന്നത്? തുരുത്തുകളിലേക്കുള്ള തുരുത്ത് നിവാസികൾക്ക് ഇത്തരത്തിൽ കുടിവെള്ളം ലഭിക്കാതായി. ഇതിനെ തുടർന്ന് കുടിവെള്ളം ശേഖരിക്കാനായി കഴിഞ്ഞ ദിവസം വള്ളത്തിൽ സഞ്ചരിച്ചിരുന്ന സിന്ധു സെബാസ്റ്റ്യൻ എന്ന സ്ത്രീ വലിയ ഓളത്തിൽപ്പെട്ട് ഒരു ബോട്ടിലിടിച്ച് അവിടെ മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതിനുശേഷവും കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നോ കൊല്ലം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും ഉണ്ടായില്ല. ആ മരണവീടൊന്നും സന്ദർശിക്കാൻ പോലും അധികൃതർ തയ്യാറായില്ല. തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം ശക്തമാകുന്നത്. ഇപ്പോൾ ഈ കൊല്ലം കളക്ടറേറ്റ്
സെക്രട്ടേറിയറ്റ് മുമ്പിലുള്ള ദേശീയപാത ഉപരോധിച്ചത് ഏതാണ്ട് അരമണിക്കൂർ പിന്നിടുകയാണ്. ചവറയിലുള്ള ആളുകളും അതുപോലെ തുരുത്ത് നിവാസികളുമാണ് ഇവിടെ ഒഴിഞ്ഞ കലങ്ങളുമേന്തി ഈ സമരവേദിയിലേക്ക് എത്തിയത്. നാളെ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ആയിട്ട് പോലും ഇത്തരത്തിലൊരു കുടിവെള്ളം തങ്ങൾക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ ഒരു നടപടിയും ഈ ഗവൺമെന്റ് തലത്തിൽ സ്വീകരിക്കുന്നില്ല. സ്ഥലത്തെ MLA അടക്കം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളും അതുപോലെ കുടിവെള്ളം ലഭിക്കാത്തത് മൂലം നഗരത്തിലേക്ക് എത്തി സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം തുരുത്ത് നിവാസികൾക്ക് ഉണ്ടായിരിക്കുന്നു. അതിന് ശരി, നന്ദി ഷമീർ. വിവരങ്ങൾക്ക് അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധ സമരമാണ് നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഷമീർ നൽകിയത്. പിണറായിയുടെ പോലീസ്